ഗാസയിലെ ഇസ്രയേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ ന്യൂയോർക്ക് ടൈംസ്. വംശഹത്യ, പലസ്തീൻ, അഭയാർത്ഥി ക്യാമ്പ്, വംശീയ ഉന്മൂലനം തുടങ്ങിയ നിരവധി വാക്കുകൾ വാർത്തകളിൽ ഉപയോഗിക്കരുത് എന്നാണ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ ഇന്റേണൽ മെമ്മോയിൽ നിർദ്ദേശിക്കുന്നത്. അമേരിക്കൻ അന്വേഷണാത്മക മാധ്യമ സ്ഥാപനമായ ദ ഇന്റർസെപ്റ്റ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗാസയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലസ്തീൻ എന്ന വാക്ക് പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ദ ഇന്റർസെപ്റ്റിന് ചോർന്നുകിട്ടിയ ന്യൂയോർക്ക് ടൈംസ് മെമ്മോയിൽ പറയുന്നു. വർഷങ്ങളായുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ താമസിക്കുന്ന കേന്ദ്രങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകളെന്ന് വിശേഷിപ്പിക്കരുത്. വംശഹത്യ എന്ന് റിപ്പോർട്ട് ചെയ്യരുത്. പകരം സംഭവത്തെ സൂചിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും വാക്ക് ഉപയോഗിക്കണം. അധിനിവേശ ഭൂമി എന്ന വാക്ക് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം നൽകുന്നു. ഒക്ടോബർ 7 ആക്രമണത്തോടെയാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതെന്ന ഇസ്രയേലി അമേരിക്കൻ വാദമുഖങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഇത്തരം നിലപാടുകളെന്ന് വ്യാപക വിമർശനം ഉയർന്നു കഴിഞ്ഞു. ടൈംസ് സ്റ്റാൻഡേർഡ്സ് എഡിറ്റർ സൂസൻ വെസ്ലിംഗ്, ഇന്റർനാഷണൽ എഡിറ്റർ ഫിലിപ്പ് പാൻ, ഡെപ്യൂട്ടി എഡിറ്റർമാർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയതാണ് മെമ്മോ. ഗാസ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശം എന്ന പേരിലാണ് മെമ്മോ. പലസ്തീൻ വിഷയത്തിലെ ഇസ്രയേൽ വാദങ്ങളോട് വിധേയപ്പെട്ടുള്ള നിലപാടാണ് ന്യൂയോർക്ക് ടൈംസ് സ്വീകരിക്കുന്നതെന്ന് ടൈംസ് മാധ്യമപ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടിയെന്ന് ദ ഇന്റർസെപ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ ചരിത്ര പശ്ചാത്തലം അറിയാത്തവർക്ക് ഈ മെമ്മോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നും. എന്നാൽ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ടൈംസ് ഇസ്രയേലിനോട് എത്രത്തോളം വിധേയപ്പെടുന്നുവെന്ന് വ്യക്തമാകും. പേരുവിവരങ്ങൾ വെളിപ്പെടുത്താത്ത ടൈംസ് ജീവനക്കാരൻ ദ ഇന്റർസെപ്റ്റിനോട് പറഞ്ഞു. നവംബറിലാണ് ഇത്തരമൊരു മെമ്മോ ആദ്യമായി ന്യൂയോർക്ക് ടൈംസ് ജീവനക്കാർക്ക് നൽകിയത്. പിന്നീട് പലപ്പോഴായി ഇത് പുതുക്കിയിട്ടുണ്ട്. അതേസമയം ഗാസ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൃത്യതയും സ്ഥിരതയും ഉണ്ടാക്കാനാണ് ഇത്തരമൊരു ഇന്റേണൽ മെമ്മോ നൽകിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് വക്താവ് പ്രതികരിച്ചു. പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതുപോലെ മാർഗനിർദ്ദേശം നൽകാറുണ്ടെന്നും വക്താവ് പറഞ്ഞു. ഒക്ടോബർ 7 മുതലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിഷ്പക്ഷരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ മാധ്യമങ്ങൾ കാണിക്കുന്ന പക്ഷപാതത്തെക്കുറിച്ച് നേരത്തെ ദ ഇന്റർസെപ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണ വാർത്തകളിൽ കൂട്ടക്കൊല, കുരുതി, ഭയാനകം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ ഇസ്രയേൽ ഗാസയിലും പലസ്തീന്റെ മറ്റിടങ്ങളിലും നടത്തിയ ക്രൂരതകളുടെ വാർത്തകളിൽ ഈ വാക്കുകൾ പ്രയോഗിച്ചില്ല. നവംബർ 24 വരെയുള്ള ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, ലോസ് ഏഞ്ചൽസ് ടൈംസ് എന്നീ മാധ്യമങ്ങളിലെ വാർത്തകൾ പരിശോധിച്ചായിരുന്നു ദ ഇന്റർസെപ്റ്റർ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേൽ ഭാഗത്തുണ്ടായ നഷ്ടത്തെ നവംബർ 24 വരെയുള്ള വാർത്തകളിൽ കൂട്ടക്കുരുതി എന്ന ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചത് 53 പ്രാവശ്യമാണ്. അതേസമയം പലസ്തീൻ ജനതയെ ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്തപ്പോൾ വാർത്തയിൽ കൂട്ടക്കുരുതി എന്ന് വിശേഷിപ്പിച്ചത് ഒരു തവണ മാത്രമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.